കൊല്ലം പുത്തൂരിൽ മന്ത്രവാദത്തിനിടെ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പൂജാമുറി എന്ന പേരിൽ മുരാരി തന്ത്രി പെൺകുട്ടിയെ കൊണ്ടുപോയത് കിടപ്പുമുറിയിലേക്കാണ്. ബെഡ്റൂമിൽ വെച്ച് പെൺകുട്ടി അതിക്രൂര മർദ്ദനത്തിന് ഇരയായി. മുറിക്കുള്ളിൽ രക്തപ്പാടുകൾ അടക്കമുള്ളതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. മുരാരിയുടെ ഭാര്യയുടെ പേരിലും കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഇതൊക്കെ കൊണ്ട് ചിടിച്ചാണ് കൊച്ചിനെ ചോരയൊക്കെ ആയിട്ടുണ്ട്. ജ്യോതിഷത്തിന്റെ മറവിൽ മുരാരി തന്ത്രി എന്ന രാജൻ ബാബു നടത്തിയത് ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള ക്രൂര കൃത്യങ്ങളാണെന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 16 വയസ്സുകാരിയെ ബാധയൊഴിപ്പിക്കാനെന്ന പേരിലെത്തിച്ചത് കിടപ്പുമുറിയിൽ. വസ്ത്രം അഴിച്ചുമാറ്റാൻ പെൺകുട്ടിയെ നിർബന്ധിച്ചു. തുടർന്ന് പെൺകുട്ടിയെ ക്രൂര മർദ്ദനത്തിനിരയാക്കി. മുറിക്കുള്ളിൽ രക്തപ്പാടുകൾ അടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇതോടെ തനിക്കെതിരെ നടന്നത് ഹണി ട്രാപ്പാണെന്ന രാജൻ ബാബുവിന്റെ വാദം പൊളിഞ്ഞു. പെൺകുട്ടിയെ ജ്യോതിശാലയത്തിൽ എത്തിച്ചപ്പോൾ മുരാരിയുടെ ഭാര്യയും അമ്മയും ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം കുട്ടിയെ മുറിക്കുള്ളിൽ അടച്ചിട്ടു. ഭാര്യയുടെ അറിവോടെയാണ് പീഡനം നടന്നതെന്ന് കുട്ടിയുടെ ബന്ധു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ബെഡ്റൂമിൽ ഈ പെൺകുട്ടിയെ ഇയാൾ എത്തിക്കുകയാണ് ഉണ്ടായത്. എത്തിച്ചിട്ട് ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക ആദ്യം ചെയ്യുന്നത്. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കരണത്താണ് അദ്ദേഹം ആദ്യം അടിക്കുന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഈ റൂം തുറന്ന് പുറത്തേക്ക് ഓടി വന്ന് ഈ അമ്മയെ കെട്ടിപ്പിടിക്കുക. ഈ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നിലവിളിച്ചുകൊണ്ട് ഈ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ പുറകെ ഓടി വന്നിട്ട് പറയാ, പെൺകുട്ടിയെ തുടരരുത്, ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയിരിക്കുകയാണ്, നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ദേഹത്തും ബാധ കയറുമെന്നും പറഞ്ഞിട്ട് ഈ അമ്മയും കൂടെ പേടിപ്പിക്കാനാണ് ശ്രമിച്ചത്. കൊല്ലം ജില്ലയിലും വിദേശത്തുമായി രാജൻ ബാബുവിന് 1-ൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഉള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം രാജൻ ബാബുവിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കൊല്ലം.